കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ബഹുമാനപ്പെട്ട മൊബിനച്ചൻ MMBSന്റെ ഈ വർഷത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള വേദപഠന ക്ലാസ്സുകൾ വളരെ അനുഗ്രഹപ്രദമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്നും ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. വളരെ സന്തോഷപൂർവ്വം ഈ ക്ലാസ്സുകൾ നയിക്കുവാൻ തക്കവണ്ണം അച്ഛനെ എല്ലാവരുടെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ബിനുവശൻ കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ നമ്മുടെ ഈ പഠന പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ അധ്യായങ്ങളൊക്കെ ദൈവത്തിന് ജനത്തിനെതിരായിട്ട് ഹാമാന്റെ ദുഷ്പ്രയോഗങ്ങളും ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ കുതന്ത്രങ്ങളായി ചെയ്യുന്ന പല കാര്യങ്ങളാണ് നാം കണ്ടത്. ഏറ്റവും അവസാനം അധ്യായം 15-ാം അധ്യായമായിട്ട് പ്രത്യേകിച്ച് തിരുമേനിയുടെ പുസ്തകത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഹെഡിങ്ങായിട്ട് നൽകിയിരിക്കുന്ന ഹാമാന്റെ അന്ത്യം, യഹൂദന്മാരുടെ ഉദ്ധാരണം, പുരീം, പെരുന്നാൾ എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ അവസാനത്തെ ചാപ്റ്ററിൽ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത്. യഹൂദാജനത്തിന്റെ വീണ്ടെടുപ്പിനായി തനതായ ബുദ്ധി വൈഭവത്തിന്റെയും സംയോജിതമായ ഇടപെടലിന്റെയും എസ്തർ നടത്തിയ എസ്തർ രാജ്ഞി നടത്തിയ ആ, ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ചകളാണ് 7 മുതലുള്ള ഈ ചാപ്റ്ററിലെ 7-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങൾ പ്രത്യേകമായി കാണുന്നത്. അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രത്യേകമായി പറയുന്നതായ കാര്യങ്ങൾ. ഇന്ന് പ്രധാനമായ ഒരു കാര്യമാണ് ഹാമാന്റെ അന്ത്യം എന്നതിനെക്കുറിച്ച്. ആഹ് എസ്തർ രാജ്ഞിയുടെ ദൃഢനിശ്ചയവും സമയബന്ധിതമായ ഇടപെടലുമാണ് ദൈവികമായ ഉൾക്കാഴ്ച അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് ആണ് 7-ാം അധ്യായത്തിൽ ഹാമാന്റെ പതനത്തിൽ കാണുന്നതായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അതിനുശേഷം ഹാമാൻ താൻ ഒരുക്കിയതായ കഴുമരത്തിൽ തന്നെ ഹാമാൻ തൂക്കലേറ്റപ്പെടുന്നു. ഇത് ഏഹ്, ഒരു ദൈവികമായ ഒരു തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടും ഇത് കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഹാമാന്റെ ആഹ്, ശിക്ഷയ്ക്ക് വിധേയമാകുമ്പോൾ, കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകുമ്പോൾ അവരുടെ മുഖം മറയ്ക്കുന്ന ഒരു ആചാരം അന്നത് പ്രത്യേകിച്ച് ഗ്രീക്കോ റോമ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ ആ ആ ശിക്ഷയുടെ ആ വലിപ്പം, ആ ഒരു അതിൻ്റെ വലിയ സൂചന നൽകുന്ന ഒരു കാര്യം കൂടിയായി കാണുന്നുണ്ട് നമുക്ക് പ്രത്യേകമായി. അതുതന്നെ പ്രത്യേകമായി ആ, താൻ കുഴിക്കുന്ന മറ്റൊരാൾ കുഴിക്കുന്ന കുഴി താൻ തന്നെ വീഴുമെന്ന പഴമൊഴി അവിടെ യാഥാർത്ഥ്യമാകുന്ന ആ, ആ ഒരു കാര്യവും അനീതിയിൽ പിറന്ന തിന്മയുടെ അന്ത്യമാണ് അവിടെ പ്രത്യേകമായി കാണുന്നത്. പിന്നീടാണ് നമുക്ക് മൊർദെഖായിയുടെ ആ, സ്ഥാനക്കയറ്റവും അതിന് മൂലമുണ്ടാകുന്ന സ്വത്തുകൾ കണ്ടെടുക്കപ്പെടുന്നതായ കാര്യങ്ങളും പ്രത്യേകമായി കാണുന്നുണ്ട്. ഹാമാന്റെ മരണശേഷം രാജാവ് മൊർദെഖായെ രാജ്യത്തിലെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഹാമാൻ ആ, ആഗ്രഹിച്ചിരുന്ന, ഹാമാൻ ലഭിച്ചിരുന്നതായ ഒരു പദവിയിലേക്ക് ഹാമാൻ ആരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചോ ആ വ്യക്തി, യഹൂദ ജനത്തിന്റെ പ്രതിനിധിയായ ആ വ്യക്തി രണ്ടാമനായി മാറുകയും ആ രാജാവിന്റെ കയ്യിരിക്കുന്ന മുദ്രമോതിരം എടുത്ത് മൊർദെഖായിക്ക് നൽകുന്ന ഒരു കാര്യം പ്രത്യേകമായി നൽകുന്നത് പ്രകാരം ഈ ആ, കൽപ്പനയൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് രാജാവിന്റെ മുദ്രയാണ് അവിടെ പതിപ്പിക്കുന്നത്. ആ മുദ്രയുടെ ഒരു കൈവശ അവകാശിയായിട്ട് പോലും മൊർദെഖായി അവിടെ മാറുന്നുണ്ട്. അപ്പൊ ആ സ്ഥാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അധികാരം കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മുദ്രമോതിരമായിട്ട് അത് കാണുന്നത്. പിന്നീട് ആം, ഹാമാന്റെ മരണശേഷം അവന്റെ വസ്തുവകകൾ കണ്ടെടുക്കുവാൻ തക്കവണ്ണം, അത് പിടിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ആ, ഹമാന്റെ ഭവനത്തിന്റെ ആ, ആ, ഇതിന് ആ കൈവശാവകാശമെല്ലാം മൊർദെഖായിക്കും എസ്തറിനും രാജാവ് കൈമാറുകയാണ്. ആ അവന്റെ ആ, വസ്തുവകകൾ, സ്വത്തുക്കളൊക്കെ കണ്ടുകിട്ടുന്ന രീതിയിലേക്ക് പോലും പിന്നീട് അത് മാറുന്നുണ്ട്. ആ, എന്നാൽ എസ്തർ മൊർദെഖായി ഹാമാന്റെ വീടിന്റെ ഭരണാധികാരിയാക്കി. എസ്തറിന് നൽകുന്ന ഒരു കാര്യം മൊർദെഖായെ അവന്റെ ഭരണാധികാരി ആക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം പിന്നീട് നമുക്ക് കാണുന്നുണ്ട്. ആ, ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം ആ,
ഡിവൈൻ റിവേഴ്സൽ ആൻഡ് എലിവേഷൻ ഓഫ് ദ റൈച്ചസ്, അതായത് ഉം, ആ, ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾ ഗുണകരവും പ്രയോജനകരമായിട്ട് മാറ്റണമേ എന്നൊരു പ്രാർത്ഥന കുർബാന തക്സായില് പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ജനത്തിന്റെ ഉപദ്രവത്തിനായിട്ട് തീരുന്ന പല കാര്യങ്ങളും ആ, അവിടെ റിവേഴ്സലായിട്ട് തിരിച്ച് സംഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്തായിട്ട് മാറുകയും നമുക്ക് ഉപദ്രവവും നഷ്ടവുമായ കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹത്തിനായി മാറണം. അവിടെ യഹൂദജനത്തിന്റെ ഒരു ഉപദ്രവത്തിന് മാറുന്ന ഒരു കാര്യം ആ മൊർദെഖായിക്കും യഹൂദജനത്തിനും ഒരു ഉയർച്ചയിലേക്ക് കാണുകയാണ് അവിടെ പ്രത്യേകമായി കാണുന്നത്. അത് പിന്നീട് കാണുമ്പോൾ ഈ യഹൂദ ജനത്തിന്റെ ഒരു വിടുതൽ അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. രാജ്ഞി അവിടെ അപേക്ഷിക്കുകയാണ് രാജ്യത്തിലെ യഹൂദന്മാരെ സുരക്ഷ ഉറപ്പാക്കുവാൻ തക്കവണ്ണം രാജാവിനോട് എസ്തർ പ്രത്യേകമായി അപേക്ഷിക്കുന്നു. ഒരു രാജകൽപ്പന രണ്ടാമത് അവിടെ കൊടുക്കുകയാണ്. രാജാവ് സന്തോഷത്തോടെ അവളുടെ ഈ രാജ്ഞിയുടെ അപേക്ഷ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഹാമാന്റെ മുൻ ഉത്തരവുകളെയൊക്കെ, അതായത് യഹൂദന്മാരെ നശിപ്പിക്കുവാൻ തക്കമുള്ള ഉത്തരവുകളൊക്കെ അത് അസാധുവാക്കി എല്ലാ പ്രോവിൻസസിലും 127 പ്രോവിൻസസിലും അതായത് ഭാഷയിൽ അവരുടേതായ ലിപിയിൽ എഴുതി ആ, ഈ ഉത്തരവ് ഈ കൽപ്പന പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തു. അത് മാത്രമല്ല, അവർക്ക് ആ, സ്വരക്ഷയ്ക്കായിട്ടുള്ള ഒരു അനുമതിയും, സെൽഫ് ഡിഫൻസിന് വേണ്ടി ഒരു അനുമതിയും അവർക്ക് നൽകുകയും ഉണ്ടായി. ആരെങ്കിലും ആക്രമിച്ചാൽ പ്രതിരോധത്തിനായിട്ട് യഹൂദന്മാർക്ക് തിരിച്ചടിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു അനുമതിയും അവർക്ക് ലഭിച്ചു. ആ, ഇതൊരു ഒരു വീണ്ടെടുപ്പിന്റെ ഒരു വലിയ ഒരു നിഴലാണ്. ശിക്ഷ നടപ്പാക്കേണ്ട കൈകൾ തന്നെ രക്ഷയ്ക്കുള്ള ഉത്തരവുകൾ നൽകിയത് ദൈവം ഒരുക്കുന്ന വീണ്ടെടുപ്പിന്റെ ഒരു മുന്നോടി കൂടിയാണ്. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു പുതിയ രാജകൽപ്പനയുടെ യഹൂദന്മാർക്ക് പൂർണ്ണ വിമോചനം നേടുന്നുണ്ട്. സന്തോഷിക്കുന്ന വിരുന്ന് അവർ ആചരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന് പ്രകാരം മൊർദെഖായി ഒരു പുതിയ എഡിക്റ്റ്, ഒരു ശാസന, ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവിന്റെ പേരിൽ മൊർദെഖായി 127 സംസ്ഥാനങ്ങളിലേക്കും നേരത്തെ ഓർപ്പിച്ചതുപോലെ രാജാവിന്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് ഉള്ളതുകൊണ്ട് മൊർദെഖായിക്ക് എഡിക്റ്റ് കൊടുക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ഒരു ഉത്തരവ്, ഇത് ലഭിച്ചു, സ്ഥാനം ലഭിച്ചു. അങ്ങനെ പുതിയൊരു ശാസന 227 പ്രൊവിൻസസിലായിട്ട് ഒരു പുതിയ കൽപ്പന പുറപ്പെടുവിക്കുക. അത് ഓരോ പ്രവിശ്യയിലെയും അതാത് ഭാഷയിലും അതാത് ലിപിയിലും അത് അത് നൽകുന്ന ഇതിലേക്കുണ്ടായി. പിന്നെ ഈ ഒരു രാജമോദ്രം പതിപ്പിച്ച കൽപ്പനകൾ ആ, കൈവശം കൊറിയർ വഴി, അതായത് കുതിരപ്പടയാൾ വഴിയാണ് അവർ ഓരോരുത്തരുടെയും കയ്യിലേക്ക്, ഓരോ രാജ്യത്തിലേക്ക് ഏൽപ്പിച്ചത്. ഇത് മാത്രമല്ല, നേരത്തെ ഉറപ്പിച്ച പോലെ ഈ റിട്ടാലിയേഷന് തിരിച്ചടിക്കുവാനുള്ള അനുമതി ആ, ഈ യഹൂദന്മാർക്ക് നൽകുന്ന ഒരു ഉത്തരവും കൂടി അതിനകത്തുണ്ടായിരുന്നു. ശൂഷാനിലെ രാജധാനിയിൽ ഹാമാന്റെ 10 പുത്രന്മാരെയും 500 പേരെയും കൊല്ലുവാൻ തക്കവണ്ണം ഒരിടയായി. പക്ഷെ എന്നാൽ ആ, യഹൂദന്മാരുടെ ആ, യഹൂദന്മാരുടെ ഒരു 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 വലിയ ഒരു ഇതാണ് ഈ ആ, അവർക്ക് ലഭിച്ചതായ ഈ കൊള്ള മുതൽ അവർ എടുക്കത്തില്ല. അതാണ് അതിന് പിന്നിൽ കാണുന്ന വേറൊരു കാര്യം. പിന്നീട് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പുരീം എന്ന് പറയുന്നതായ ഒരു ഉത്സവം യഹൂദന്മാരുടെ ഇടയിൽ വരുന്നത്. ആ, ഈ ഉത്സവം യഹൂദന്മാരുടെ ദുഃഖം സന്തോഷമായും വിലാപം ആഘോഷമായും മാറിയ ദിനമായതുകൊണ്ട് അതൊരു പുതിയ ഒരു ഉത്സവമായിട്ട് അവർ കൊണ്ടാടുന്നു. ഗ്രാമങ്ങളിൽ അത് ആധാർ മാസം 14-ാം തീയതി ആചരിക്കുന്നു. അതുപോലെ നഗരങ്ങളിൽ അത് 15-ാം തീയതി ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പേരിന്റെ ഒരു പിന്നാമ്പരം എന്ന് പറയുന്നത്, ഈ ഒറിജിൻ എന്ന് പറയുന്നത്, ഹാമാൻ നറുക്കിട്ടാണ്, എന്ന് പറയുന്ന നറുക്കിട്ട് കൊണ്ടാണ് ആ, ഈ അവരെ കൊല്ലുവാൻ തക്ക, യഹൂദന്മാരെ കൊല്ലുവാൻ തക്കമുള്ളതായ നിർണയം അദ്ദേഹം കൊണ്ടുവന്നത്. ആ ഒരു ലോട്ടാണ് ഇവർക്ക് കുറച്ച് സമയം ഇവർക്ക് ലഭിക്കുകയും അതുവഴി ആ, അവർക്ക് വിമോചനത്തിനുള്ളതായ സാവകാശം ലഭിക്കുകയും ഇവർ പ്രാർത്ഥനയോടും ആ, ഒരുക്കത്തോടും കൂടി ഇവര് ആ, രാജ്ഞിയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോയതും ഒക്കെ വിജയത്തിന്റെ ഒരു രീതിയിലേക്ക് പോയതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് പുരിയും ഈ ഫെസ്റ്റിവല്, ഈ ഒരു ആഘോഷം അവര് പ്രത്യേകമായി അവർ ആചരിച്ചത്. അതുകൊണ്ടാണ് ഈ ആഘോഷത്തിന്, ഈ ഒരു ഉത്സവത്തിന്
പുരിയും പൂര് എന്ന അർത്ഥമുള്ള പുരിയും എന്നുള്ള ഫെസ്റ്റിവൽ തന്നെയായിട്ട് ആ, ഇത് നിയമിച്ചത്. മൊർദെഖായി ഈ ദിവസങ്ങൾ വിരുന്നും സന്തോഷവും പരസ്പരം ഭക്ഷണവും ദരിദ്രർക്ക് സമ്മാനങ്ങൾ നൽകി ആചരിക്കുവാൻ തക്കവണ്ണം മൊർദെഖായി പ്രത്യേകമായി എല്ലാ യഹൂദന്മാർക്കും നിർദ്ദേശം നൽകുകയുണ്ടായി. ഇത് ഒത്തിരി ഈ പുസ്തകത്തിൽ ഒത്തിരി ആ, വേ- ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ധാർമ്മിക തത്വങ്ങൾ ഒത്തിരി അടങ്ങുന്നതായ ആ, ഒരു ഒരു പുസ്തകമാണ്. മറ്റ് പുസ്തകങ്ങളെ പോലെ വ്യക്തമായ ആത്മീയ ദർശനങ്ങൾ നിർദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിലും ധാർമ്മിക തത്വങ്ങൾ ഒത്തിരി അടങ്ങുന്നതായ ഒരു പുസ്തകമാണ് ഇത്. ആ, പക്ഷെ പുതിയ നിയമ ചിന്താഗതിക്ക് വിരുദ്ധമായി പഴയ നിയമ ചിന്താഗതി അടങ്ങുന്നതായ ഒരു സഹോദരനെ സ്നേഹിക്കുക, ശത്രുക്കളെ വെറുക്കുക എന്ന തത്വമാണ് ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അതിന്റെ താല്പര്യത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഭീഷണിയാകുമ്പോൾ വ്യക്തികൾ സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറാകണമെന്ന് ഊന്നി പറയുന്നതായ ഒരു പുസ്തകമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ നേരത്തെ ഓർപ്പിച്ച പോലെ കൂഷ് മുതൽ ഹിന്ദു ദേശം വരെ എന്നാണ് ആ 127 പ്രോവിൻസസിലെ ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഇന്ത്യ എന്ന പേരാണ് എടുത്തു പറയുന്നത്. ഇന്ത്യ എന്ന പേര് വേദപുസ്തകത്തിലുള്ള ഏക പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം. ഇതാണ് 15-ാം അധ്യായത്തിന്റെ ആ, ആ, ഒരു പഠനമായിട്ട് നമുക്ക് കാണുന്നത്. പെട്ടെന്ന് ഈ എസ്തറിന്റെ നമുക്ക് പെട്ടെന്ന് ഇതുവരെ കണ്ട കാര്യങ്ങളൊന്ന് പോകുവാൻ തക്കവണ്ണം ഒന്ന് ആഗ്രഹിക്കുകയാണ്. എസ്തറിന്റെ പുസ്തകം ഇറ്റ്സ് എ യുണീക്ക്, ഒരു സ്ത്രീയുടെ പേരിൽ അടങ്ങുന്നതായ ഒരു പ്രത്യേകമായ ദൈവത്തിന്റെ പേരൊന്നും അടങ്ങാത്തതായ ദൈവത്തിന്റെ ആ, അനുഗ്രഹപ്രദമായി ആ, അവന്റെ ദൈവത്തിന്റെ രക്ഷയ്ക്കുള്ള അവിടുത്തെ കരുണ വെളിപ്പെടുത്തുന്നതായ ഒരു പുസ്തകമാണ് ഈ എസ്തറിന്റെ പുസ്തകം. അത് ശൂഷൻ, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ശൂഷൻ നഗരത്തിൽ അഹശ്വേരോസ് രാജാവിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പേർഷ്യയിൽ പ്രവാസത്തിലെ പ്രകാശമെന്ന ഹെബ്രായ നാമമായ ഹദസായും ആണ് എസ്തറിന്റെ പേര്. എസ്തർ അവിടെ ഒരു പ്രവാസിയായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അവിടെ ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ അത് ഉണ്ടായിരുന്നു. മൊർദെഖായിയുടെ വസ്തിക്ക് പകരം മൊർദെഖായി കൊണ്ടുവരുന്നതായ എസ്തറിനെ കൊണ്ടുവരുന്നു. എസ്തർ അവിടെ രാജ്ഞിയായി മാറുന്നു. അവിടെ ഹാമാൻ കടന്നു വരുന്നു. ഹാമാൻ യഹൂദന്മാരെ മുഴുവൻ നിശേഷം ആ, നിഷ്കരണം വധിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുന്നു. എന്നാൽ ആ, യഹൂദ ജനത്തിന്റെ അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആ, ഒരു വലിയ ഉയർച്ചയിലേക്ക് പിന്നീട് അവർ വരുന്നുണ്ട്. ആ, യഹൂദ ജനത്തിന് വേണ്ടി എസ്തർ യഹൂദ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പ്രാർത്ഥനയോടും കൂടി ആ, ആ അഹങ്കാരത്തിന് പ്രതിനിധിയായി എസ്തർ വലിയൊരു വിജയത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. പ്രത്യേകമായി ഒത്തിരി വിരുന്നുകൾ നമുക്ക് അവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ചാപ്റ്റർ 8 ഈസ് വെൽത്ത്. അഹശ്വേരോസ് രാജാവിന്റെ സെറസ് എന്ന് പറഞ്ഞ പേർഷ്യൻ രാജാവിന്റെ 7 റോയൽ ഫീസ്റ്റ് നമുക്കിത് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. വസ്തി രാജ്ഞിയുടെ ആം, സ്ഥാന ഭ്രഷ്ടവും അവിടെ നിന്ന് എസ്തർ രാജ്ഞി കടന്നു വരുന്നതും ഒക്കെ കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അങ്ങനെ എസ്തർ രാജ്ഞി കടന്നു വരുന്നുണ്ട്. അത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രവർത്തനം കൂടിയാണ്. ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്ന 3 കാര്യങ്ങളാണ്. ഗോഡ് വർക്ക്സ് സീക്രട്ട്ലി ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ. ഗോഡ് opposes the pride because it always leads to a fall. വിസ്ഡം ഓർ ഒബീഡിയൻസ് ആൻഡ് അഡോർമെന്റ് ഓഫ് വിമൻ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ പ്രത്യേകമായി ഈ പുസ്തകത്തിൽ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പേർഷ്യൻ രാജ്യത്തില് ആ, എസ്തർ രാജ്ഞി കടന്നു വരുന്നത് നേരത്തെ ഓർപ്പിച്ച പോലെ വസ്തി രാജ്ഞിയുടെ ആ, സ്ഥാനലബ്ധിയിൽ നിന്നാണ് കടന്നു വരുന്നത്. ബെന്യാമിൻ ഗോത്രക്കാരിയായ എസ്തർ രാജ്ഞിയും ഹദസ എന്ന പേര് എബ്രായ നാമവും പേർഷ്യൻ നാമവുമായ എസ്തറും, നക്ഷത്രം എന്ന് പറയുന്ന അർത്ഥമുള്ള പേർഷ്യൻ രാജ്ഞി, പേർഷ്യൻ നാമവും പേരുന്ന എസ്തർ അവിടെ ആ, വസ്തിക്ക് പകരം കടന്നു വരുന്നുണ്ട്. അങ്ങനെ 12 മാസത്തെ പ്യൂരിഫിക്കേഷന് ശേഷം വളരെ നീണ്ട നാൾ, 1 വർഷത്തോളം കടന്നതായ, 1.5 വർഷത്തോളം ആയിരിക്കുന്നതായ ആ ഒരു ആ, ഒരുക്ക ശുശ്രൂഷയിൽ ഒന്നും എസ്തർ താൻ ആരാണ്, തന്റെ ഹെറിറ്റേജ് ഒന്നും അവിടെ വെളിവാക്കുന്നില്ല. പക്ഷേ എസ്തറിന് പ്രത്യേകമായ സ്ഥാനം രാജാവിന്റെ സന്നിധിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് മൊർദെഖായി മുഖാന്തരമാണ്
ആ, ആ ഒരു അനുഗ്രഹം അങ്ങനെ ലഭിക്കുന്നു. മൊർദെഖായി അതേ സമയത്ത് രാജാവിനെതിരെ അസാസിനേഷൻ പ്ലോട്ട് മനസ്സിലാക്കുകയും അത് രാജാവിനെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ, ഇവിടെ എസ്തർ രാജ്ഞി ദൈവത്തിന്റെ എസ്തറിന്റെ ആ ഉയർച്ചയ്ക്ക് പിന്നിൽ ദൈവത്തിന് അദൃശ്യമായ കരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർ പ്രവാസത്തിലാണെങ്കിൽ പോലും മൊർദെഖായും എസ്തറും വിശ്വസ്തയോടുകൂടി തൻ്റെ ജനത്തിൻ്റെ ആ, കാര്യങ്ങളൊക്കെ വളരെ ഹെറിറ്റേജും ഒക്കെ മോറൽ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ അവർ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചവരാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹാമാന്റെ അഹങ്കാരവും മൊർദെഖായിയുടെ ആ, ഹാമാനെ വണങ്ങുവാൻ തക്കോണം മൊർദെഖായി ആ, അവിടെ ഒരുങ്ങുന്നില്ല. അങ്ങനെയാണ് ഹാമാന് ഈ മൊർദെഖായിയോടും യഹൂദ ജനത്തോടും അവരുടെ വംശീയമായ ഒരു അതിശയവും അങ്ങ് ഹാമാന്റെ അതിലേക്ക് കടന്നു വരികയും അങ്ങനെ ഹാമാൻ വ്യക്തമായി പ്ലാൻ ചെയ്യുകയാണ് ഇവരെ മുഴുവനായും നശിപ്പിക്കുവാൻ തക്കവണ്ണം. അങ്ങനെ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ വെൽത്തിലേക്ക് കൊടുത്തിട്ട് അവരെ ഉന്മൂലനാശം ചെയ്യുവാനുള്ളതായ ആ, ഒരു തയ്യാറെടുക്കുകയാണ്. പൂരം എന്ന് പറയുന്നതായ ആ, അക്കേഡിയൻ വാക്ക് ആ, നറുക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അത് 12-ാം മാസം 13-ാം തീയതി വരെ അവർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 11 മാസത്തെ ഡിലേ യഹൂദന്മാർക്ക് ലഭിക്കുന്നു. അവര് വിലാപത്തോടും പ്രാർത്ഥനയോടും അനുതാപത്തോടും കൂടി ആ സമയത്ത് എടുത്ത് ആ, ഈ ഒരു കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ എന്നൊക്കെ വേണം അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അഹങ്കാരത്തിന്റെ ഒരു പ്രത്യുത്തരമായി ആ, ദൈവം അത്ഭുതകരമായും ഒക്കെ ആ, ഇടപെട്ട് തന്റെ ജനത്തെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് സാധിക്കുന്നുണ്ട്. ആ, ഈ ഒരു യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ളതായ ഒരു കൽപ്പന പുറപ്പെടുവിത്തപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടും ഉപവാസത്തോടും പ്രത്യേകമായി അവരുടെ വസ്ത്രം പോലും മാറ്റി നിൽക്കുന്നതായ ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ, യഹൂദന്മാരുടെ ആ, രക്ഷയ്ക്ക് വേണ്ടി മൊർദെഖായി എസ്തറിനോട് പറയുന്നുണ്ട്, നീ ഇതിനായിട്ടായിരിക്കും ഈ സന്നിധിയിലേക്ക് എത്തിയത്. ഹൂ നോസ് ബട്ട് ദാറ്റ് യു ഹാവ് കം ടു ദിസ് പൊസിഷൻ ഫോർ സച്ച് എ ടൈം എന്ന് പറഞ്ഞത് കൈറോസ് എന്ന് പറഞ്ഞ ഒരു ഒരു ആ ഒരു തക്ക സമയത്തിനാണ് നീ ഇവിടെ ആയിരിക്കുന്നത് എന്ന് എസ്തറിനെ ഓർപ്പിക്കുകയാണ് മൊർദെഖായി. അങ്ങനെ എസ്തർ വളരെ ശക്തിയോടുകൂടി കറേജോടുകൂടി ഞാൻ നശിക്കുമെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുന്നു. രാജാവിന്റെ അനുവാദമില്ലാതെ രാജസന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ മരണമായിരിക്കും ആ, ആ, പ്രത്യുത്തരമായി ലഭിക്കുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും തന്നെ ജനത്തിന് വേണ്ടി രാജസന്നിധിയിലേക്ക് പോകുന്നു. രാജാവ് വാള് നീട്ടുമോ എന്നറിയാതെ രാജസന്നിധിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ അത്ഭുതകരമായി ആ, ഈ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഒരു അനുഗ്രഹത്താൽ ആ, അവിടെ പോകുമ്പോൾ ആ, വളരെ ആ, അനുഗ്രഹപ്രദമായി രാജാവിൻ്റെ ആ, പൊൻ ചെങ്കോൾ നീട്ടപ്പെടുകയും അവിടുന്ന് ആ, രക്ഷയുടെ ആദ്യ അടയാളമായി കാണുകയും പിന്നീട് പെട്ടെന്ന് അവിടെ പറയാതെ തൻ്റെ ആവശ്യം പറയാതെ 2 വിരുന്നിലേക്ക് ക്രമീകരിച്ച ശേഷം അവിടെ ഒരു അനുഗ്രഹത്തിന്റെ രീതിയിലേക്ക് യഹൂദന്മാരെ രക്ഷിക്കുവാൻ എന്നൊക്കെ വേണം ഹെസ്തറിന് തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ഹാമാൻ താൻ മൊർദെഖായെ കൊല്ലുവാൻ തക്കവണ്ണം തൂക്കിയിരിക്കുന്നതായ 50 മുഴം നീളമുള്ള ആ തൂക്കിലേറ്റുവാൻ അതിലേക്ക് തന്നെ താൻ മരണം പ്രാപിക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അതെൻ്റെ ഭാര്യയുടെ ശരസിന്റെ ആ, ഒരു ഉപദേശപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ആ രീതിയിൽ തൻ്റെ ദേഷ്യത്തിൽ തൻ്റെ അഹങ്കാരത്തിൽ താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ ഹാമാന്റെ അവസാനം അവിടെ ആ, ഉണ്ടാകുന്നു. ഹാമാൻ ന്റെ സ്വത്തുകളൊക്കെ പിടിച്ചടക്കുകയും അതിന് എസ്തർ രാജ്ഞിക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവിടെ എസ്തർ രാജ്ഞി മൊർദെഖായിക്ക് നൽകുന്നുണ്ട് ആ ഒരു ഹാമാന്റെ ഭവനത്തിന്റെ ഗ്രഹവിചാരകമൊക്കെ മൊർദെഖായിക്ക് നൽകുന്നു. അങ്ങനെ മൊർദെഖായി രാജാവൻ രണ്ടാമനായി രാജ്യത്തിൽ രണ്ടാമനായി മൊർദെഖായിയെ ഉയർത്തുന്നു. പ്രത്യേകമായി രാജാവിനെ രക്ഷിച്ചതിനുള്ള പ്രതിഫലവുമായിട്ടും ഒക്കെ നൽകുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ഉത്തരവ് രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ് മൊർദെഖായി ആ, തൻ്റെ യഹൂദന്മാരുടെ രക്ഷയ്ക്കായിട്ട് ആ, യഹൂദന്മാരെ കൊല്ലുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് തിരിച്ചടിക്കുവാനുള്ളതായ ഒരു ആ, പ്രകടനവും നൽകിക്കൊണ്ട് ഈ 127 പ്രൊവിൻസസിലും ഒക്കെ ആയിട്ട്
വലിയ ഉത്തരവ് നൽകുന്നുണ്ട്. അതിന് ഉത്തരമായിട്ട്, അതിന്റെ പ്രത്യുത്തരമായിട്ട് പുരീം പെരുന്നാൾ അവർ ആചരിക്കുകയാണ്. അവരുടെ സങ്കടം സന്തോഷമായി മാറിയതിന്റെ ഒരു അടയാളമായി പുര് എന്ന് പറയുന്നതായ ലോട്ട് എന്ന് പറയുന്നതായ നറുക്ക് എന്ന് പറയുന്നതായ അർത്ഥമുള്ള ആ വാക്കിൽ നിന്നാണ് പുരീം കടന്നു വരുന്നത്. മൊർദെഖായി ഇൻസ്ട്രക്റ്റഡ് ദാറ്റ് പുരീം ബി ഒബ്സർവ്ഡ് ആനുവലി ആസ് ഫീസ്റ്റിംഗ്, ജോയ് ആൻഡ് ഗിവിംഗ് ഗിഫ്റ്റ്സ് ടു വൺ അനദർ, എസ്പെഷ്യലി ടു ദ പുവർ. പാവപ്പെട്ടവർക്കും മറ്റുള്ളവർക്കുമെല്ലാം സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ഈ പുരീം പെരുന്നാൾ ആഘോഷിക്കുവാൻ എന്നൊക്കെ വേണം പ്രത്യേകമായി മൊർദെഖായി യഹൂദ ജനത്തിന് നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ പുരീം പെരുന്നാൾ ആഘോഷിക്കുന്നു. നമ്മൾ നേരത്തെ ഇൻട്രഡക്ഷൻ കണ്ടതുപോലെ ഈ പുരീം പെരുന്നാളിനാണ് ഈ എസ്തർ എന്ന പുസ്തകം വായിക്കപ്പെടുന്നത്. എങ്ങനെയാണ് എസ്തർ എന്ന പുസ്തകം എങ്ങനെയാണ് ഈ പെരുന്നാൾ ആചരിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ആണ് ഇന്നും പുരീം പെരുന്നാളിന് ഈ ഒരു പുസ്തകം വായിക്കപ്പെടുന്നത്. പ്രത്യേകമായി ഈ പുസ്തകത്തിന്റെ പ്രത്യേകത നേരത്തെ ഞാൻ ഓർപ്പിച്ചുവല്ലോ. ദൈവത്തിന്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന് അദൃശ്യമായ ഐക്കണോമിയ, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കരുണ പ്രകടമാകുന്ന ഒരു പുസ്തകവുമാണ്. ചരിത്ര സംഭവങ്ങളാണ് ഇത് മുഴുവനായിട്ടും ഇതിൽ കാണുന്നത്. ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ തന്റെ ജനത്തിന് തീർച്ചയായും ഉണ്ടാകും. അഹങ്കാരത്തിന് പതനം ഉണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് തുടർന്ന് ഇത് കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങളുമൊക്കെ ഒരുപക്ഷെ ഒരു എല്ലാവർക്കും അനുസൃതമായി ഒരു കാര്യമല്ലായിരിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്നെങ്കിൽ പോലും അവിടെ എസ്തറിനെ പോലെ റൂത്തിനെ പോലെ പിറുപിറുക്കാതെ wherever you are planted you have to bloom, ഒരു മറ്റൊരു അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാൻ ഉള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവർ രണ്ടുപേരും നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തുടർന്ന് ആ, അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഈ പഠനങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവം നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരിക്കൽ കൂടി എല്ലാവിധമായ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് അവസരം ബഹുമാനപ്പെട്ട ബിനുവച്ചനോടും എൻ്റെ ഭാരവാഹികൾ എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു അച്ഛൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ബഹുമാനപ്പെട്ട മൊബിൻ അച്ഛൻ ഈ വർഷത്തെ MMVSന്റെ ബൈബിൾ പഠന ക്ലാസ് ബൈബിൾ സ്റ്റഡി ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുത്തു. ഒത്തിരി സമയം അതിനുവേണ്ടി അച്ഛൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ പ്രിപ്പയർ ചെയ്ത ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ തക്കണം സാധിക്കും. അച്ഛനോട് ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് വളരെ സന്തോഷപൂർവ്വം അച്ഛൻ അത് സമ്മതിച്ചു. തിരക്കുകളുണ്ട്, അച്ഛന് കൊച്ചമ്മ ഡ്യൂട്ടിക്ക് പോവും, 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അല്ലാതെ അച്ഛൻ ഒരു ചാപ്ലിൻസി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മധ്യത്തിലും അച്ഛൻ സമയം കണ്ടെത്തി വളരെ സന്തോഷപൂർവ്വം ഈ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് എടുത്തു എന്നതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അച്ഛനോട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛന്റെ അറിവ് പകർന്നു തന്നതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം, അതുപോലെ നന്ദി MMVSന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് അച്ഛനോട് അറിയിക്കുന്നു. അച്ഛൻ്റെ സമയം, അച്ഛൻ്റെ അറിവ്, അതുപോലെ തന്നെ എടുക്കാനുള്ള മനസ്സ് കാണിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും പരീക്ഷ ഭംഗിയായിട്ട് എഴുതുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. നല്ല രീതിയിൽ നിങ്ങൾ കേട്ട വചനം നല്ല രീതിയിൽ മനസ്സിലാക്കി പരീക്ഷ എഴുതി അത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് അതുപോലെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്ക് അർഹതയുള്ള പോലെ നവംബർ മാസം 22-ാം തീയതിയാണല്ലോ എക്സാം നടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ ഒരുക്കത്തോടുകൂടി നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് നൽകി വേണ്ടതായിട്ടുള്ള അറിവും ജ്ഞാനവും എല്ലാം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു.
ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം, നന്ദിയും MMVSന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. അച്ഛ ബെനഡിക്ഷൻ കൂടെ നമുക്ക് അവസാനിപ്പിക്കും. താങ്ക് യു അച്ഛാ. ബാറക്കുമോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പ്രാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരുടെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ശരീരങ്ങളുടെ മേലും വലം ചേർന്ന എല്ലാ ആവശ്യങ്ങളുടെ മേലും വരും തലമുറകളുടെ മേലും ഇപ്പോഴും എപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. ആമീൻ.